സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. നമ്മൾ ഇന്ന് അടിച്ചു മാറ്റാൻ പോകുന്ന കാർ ഏതാ നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോഴത്തെ കാർ കളക്ഷൻ കാണിച്ചത്. ഇപ്പോഴത്തെ കാർ കളക്ഷൻ ഇത് നമ്മുടെ കളക്ഷൻ ഭാഗമാണ്. ഞാൻ എല്ലാം ഓടിയാണ് കാണിച്ചത്. അയ്യോ അറിയാം, ചാടിപ്പോയി. നമ്മുടെ കില്ലാടി ലുക്കുള്ള BMW M5 ആ വീഡിയോ കണ്ടില്ലേ, പോയി കാണാൻ അല്ലേ ഒന്നും മനസ്സിലാവുക. പിന്നെ ബുഗാട്ടിയുടെ കില്ലാടി ലുക്കുള്ള വേർഷൻ, പിന്നെ നമ്മുടെ പണ്ടടിച്ച് മാറ്റിയ JCB, പിന്നെ ഇതെല്ലാം പണ്ടടിച്ച് മാറ്റിയാണ് ഗൈസ്. നമ്മുടെ കോഗിനസിൻ്റെ മോൺസ്റ്റർ ട്രക്ക്, പിന്നെ എമറാൾഡ് സൂപ്പർ, അങ്ങനെ എല്ലാം. പിന്നെ ഈ ഇടക്കടിച്ച് മാറ്റിയ ഉറൂസുണ്ട്. ഉറൂസ് കഴിഞ്ഞിട്ട് അടിച്ച് മാറ്റിയ ബുഗാട്ടി BMW ഒക്കെ. എന്തായാലും നമുക്ക് നേരെ പോയി റിയാനെ ചിൻചാൻ്റെ അടുത്ത് ഞാൻ ദൂരെ പോയിട്ട് വരാമെന്ന് പറയാം. നമുക്ക് വെറൈറ്റി പിടിക്കാം. എപ്പോഴും ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. അവർക്ക് എപ്പോഴും മനസ്സിലാവും ഇവിടെ നമുക്ക് ദൂരെ പോയിട്ട് വരാമെന്ന് പറയാം. നമുക്ക് വെറൈറ്റി ആവട്ടെ. എന്തായാലും നമുക്ക് പെട്ടെന്ന് കയറി പോവാം. എന്തായാലും ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണായിരുന്നു, കാരണം അങ്ങനെ പറഞ്ഞാൽ ഈ ചിൻചാൻ ഞാൻ ഒരു ദൂരെ പോയിട്ട് വരാം. സോ ഗൈസ്, അവർ വിശ്വസിച്ച് നമ്മളെവിടെ ദൂരത്താണ് പോകാൻ പോകണത്. എന്തായാലും നമുക്ക് വേഗത്തിൽ ആ സ്ഥലത്തേക്ക് പോവാം ഗൈസ്. ആ സ്ഥലം എന്ന് വെച്ചാൽ ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്കാണ്. ഞാൻ ആലോചിക്കണ ഗൈസ്, നമ്മളെ ഈ വണ്ടിയുടെ ലുക്ക് പോയി ഗൈസ്. ഈ ടയർ വന്നപ്പോൾ ലുക്ക് വീണ്ടും പോയില്ലേ. അപ്പോൾ നമുക്ക് ടയർ വീണ്ടും ഒന്ന് റിമൂവ് ചെയ്യണം ഗൈസ്. റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ഇവനെ ഒരു മിറർ പോലത്തെ സാധനം വെക്കുക. അപ്പം നിങ്ങൾക്ക് ആ ടയർ കാണാൻ പറ്റില്ല, ആ റോട്ടിൽ പോകുന്നവർക്ക് കാണാൻ പറ്റില്ല. ടയർ അവിടെ ഉണ്ട്, ടയർ ഇല്ലാത്ത പോലെ തോന്നും. അതാണ് എൻ്റെ ട്രിക്ക്. പക്ഷെ പുറയിലത്തെ ടയർ അത് ഉരുവറ്റാണ്. എന്തായാലും നമുക്ക് ഇറങ്ങിപ്പോയിട്ട് നമ്മളെ പ്രദീപ് ബ്രോയിനെ വിളിച്ച് പറഞ്ഞാൽ നേരത്തെ ഇറങ്ങി വെച്ച് എണ്ണിക്കുക. എന്തായാലും നമുക്ക് ഇറങ്ങിപ്പോയി നമ്മളെ പ്രദീപ് ബ്രോയിൻ്റെ അടുത്ത് പോയി പറയാം, എടാ പ്രദീപ്, എൻ്റെ കാറിന്ന് ആ വീൽ റിമൂവ് ചെയ്യണം. ഗൈസ്, നമ്മുടെ കാർ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് കില്ലാടിയുടെ ലുക്കായ ഗ്യാങ്സ്റ്റർ ലുക്ക് വന്നത്. ആ വീല് പോയപ്പോഴാണ് എനിക്കൊരു ആശ്വാസം. ആ വീല് ഉള്ളപ്പോൾ ഒരു ഡിസപ്പോയിൻമെൻറ്റ് പോലെയായിരുന്നു. എന്തായാലും ഇപ്പോൾ നല്ല കില്ലാടി ലുക്കായിട്ട് നമുക്ക് നേരെ പോയി ഡൊമിങ്കോസിൻ്റെ അടുത്ത് ചാടിച്ചെത്തിയതാണ് ചമ്മിയിൽ. അത്രയല്ലേ ഗൈസ്, ഡ്രൈവിംഗ് സ്കിൽസാണ്, എന്ത് പറയാനാണ് ഗൈസ്. നമുക്കിപ്പോൾ 96 സബ്സ്ക്രൈബേഴ്സ് ആയി. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഞാൻ വളരെ നന്ദിയുണ്ട്. നമുക്ക് പെട്ടെന്ന് 100 ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി പിഞ്ചാനെ വിളിച്ചിട്ട് വരാം. എടാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. നമ്മളെ സിറ്റിയിൽ BMW M5 ഗോൾഡൻ വേർഷൻ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ, നീ നമ്മളെ ജുറാസിക് പാർക്കിൻ്റെ അവിടുത്തെ റാമ്പിൽ പോയി നേരെ ചാടിയാൽ മതി. അപ്പം നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും. സോ ഗൈസ്, ഡൊമിങ്കോസ് പറഞ്ഞു എന്താണ് ജുറാസിക് പാർക്ക്? മുറുക്കാൻ തുപ്പി. എനിക്കൊരു പ്രത്യേകത, ഞാൻ എവിടെ വീണാലും ഇച്ചിരി മുറുക്കാൻ തുക്കും, എന്നിട്ട് വീണ്ടും എനിക്ക് വരും. എന്തായാലും ആ കേട്. അവൻ പറഞ്ഞത് BMW M5 ആണ്. എന്താണ് എവിടെയാ വന്നിട്ടുണ്ടെന്നാണ്. നമ്മളപ്പോൾ ആ ജുറാസിക് പാർക്കിൻ്റെ അവിടെയുള്ള റാമ്പിൽ പോയി ചാടുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇതെന്താണ് റാമ്പിൽ പോയി ചാടി വെക്കുക, അപ്പം മനസ്സിലാവും എന്താണ് പറ്റാൻ പോണതെന്ന്. എന്തായാലും നമുക്ക് അത്രയുള്ളൂ. നമുക്ക് നേരെ പോയി ജുറാസിക് പാർക്കിലെ റാമ്പ് ചാടി നോക്കാം. റാമ്പ് ചാടുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ബാക്കി ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ BMW ഗോൾഡൻ വേർഷൻ അടിച്ചു വെച്ചാൽ പോവും. അല്ലെങ്കിൽ കട്ടയും പടമൊക്കെ മടക്കി ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി ഷിൻചാൻ റിയാനെ ടേക്ക് കെയർ ചെയ്ത് വ്ളോഗ് ഇട്ടിരിക്കും ഗൈസ്. വ്ളോഗ് എന്തായാലും നമുക്ക് നേരെ പോയി നമ്മുടെ BMW M5 ഗോൾഡൻ ബസ് അടിച്ചു വെച്ചാൽ പോകണം ഗൈസ്. ചാടിച്ച അതിൻ്റെ ഉള്ളിൽ കയറ്റാന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ നമ്മൾ അട്ടപ്പെട്ടെല്ലാം ചമ്മി ഗൈസ്. ഈ റാമ്പ് ചാടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത് വെച്ചാൽ നമ്മൾ ഒന്നും പറ്റില്ല. പറഞ്ഞത് ആക്കെടുത്തില്ല. എന്താണ് നിങ്ങൾ കുറച്ച് ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ എടുക്കുക. എന്തായാലും നമുക്ക് ചാടാൻ പറ്റും, നിങ്ങൾക്ക് അറിയില്ലേ. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി ആ റാമ്പ് ചാടിക്കിടക്കാം. എവിടെ ചാടി എനിക്ക് ചെയ്യാൻ പറ്റും. ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? എന്നാൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്ക്. നിങ്ങൾക്ക് എൻ്റെ ഈ ലൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും. സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുന്നതാണ് എൻ്റെ കാറ് വരെ പറയുന്നത്. ആ സബ്സ്ക്രൈബ് ബട്ടൺ വെച്ചേക്ക്. നമുക്കതായാലും ഇനി അറ്റംപ്റ്റ് നമ്പർ 3 ആണ് ഗൈസ്. ചാടി ഗൈസ്. സോ ഗൈസ്, ഞാൻ ഇങ്ങനെ വീണ് നടുവണി കുറച്ച് മുറുക്കാനൊക്കെ തുപ്പിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ
എനിക്ക് എന്തായാലും നമ്മളിവിടെ വന്നാണ് ഈ സ്ഥലം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോവാം. റിസ്ക് അടിക്കുന്ന പോലെയാണ് നമുക്ക് ഈ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ ഗൈസ്. എന്തായാലും നമ്മളിവിടം വരെ വന്നതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ വണ്ടി വരെ പറത്തിക്കൊണ്ട് വന്നതാണ്. പിന്നെ എൻ്റെ മുറുക്കാനൊക്കെ തുപ്പിയിട്ട് ഇവിടം വരെ എത്തിയാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും ഓടിച്ച് നോക്കണ്ടേ, അതാ അങ്ങനെയല്ലേ ഗൈസ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇതെന്താ ഗൂഗിൾ മാപ്പാ എന്താ ചെക്ക് പോയിൻ്റ് എന്തെങ്കിലായിരിക്കും, നമുക്കത് നോക്കണ്ട. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്തിയാൽ ഞാൻ മേളിലായിരിക്കും ഗൈസ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും. നമുക്ക് സൂക്ഷിച്ച് ഓടിക്കാൻ നോക്കാം ഗൈസ്. അല്ലാതെ എനിക്കിപ്പോൾ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, അതൊക്കെ വേറെ ആരെങ്കിലും പറഞ്ഞോളൂ. പോയി ഗൈസ്, പോയി. അയ്യോ, അപ്പം ഞാൻ ഇനി ദൈവത്തിൻ്റെ കൂടെയാണോ എനിക്കറിയില്ല. തിരിച്ചേറ്റാൻ നോക്കട്ടെ. തിരിച്ചു ഞാൻ ഇതിനെ തോക്കൊക്കെ തിരിച്ചു കയറാൻ പറ്റുമോ? തോക്ക് പിടിച്ചാൽ ഇല്ല. അയ്യോ, എന്നെ രക്ഷിക്കണേ. സോ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ BMW M5 ഗോൾഡൻ വേർഷൻ ചിഞ്ചൻ്റെ അടുത്തും കാണിച്ചു നോക്കാം. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തെന്നാണ്, പക്ഷെ നമ്മൾ നേരെ ഇവിടെ വന്നാണ് എത്തിയിരിക്കുന്നത്. പോലീസ് തന്നെ ഉണ്ടാ? ഇല്ല ഗൈസ്, കൂടുതൽ അടിച്ചു മാറ്റിയിട്ട് പോലീസ് തന്നെ. പിന്നെ ബാക്കി കാർ ഓടിച്ച് പോകുമ്പോൾ പോലീസ് തന്നെ. ഇമാരി എന്താണ് ഗൈസ്, ഒരു ഇതില്ല. ശരിക്കും കൂടുതൽ എക്സ്പെൻസീവ്, അത് അടിച്ചു മാറ്റുമ്പോൾ പോലീസ് വന്നത്. ഇന്നലെ പോലീസ് വന്നു ഗൈസ്. ഇന്നത്തെ വീട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് പോയി കാണുക, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഇതൊൻ്റെ ബാക്കിയൊന്നും കണ്ടാൽ മതി. നമ്മളെ വെപ്രാളത്തിൻ്റെ ഇടയിൽ ഒരു ചേച്ചിയുടെ ജീവിതം ബലിയാടായിരിക്കുന്നു. ആ ചേച്ചിക്ക് വേണ്ടി ഒരു നിമിഷം ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്തായാലും നമ്മളെ വീട്ടിലേക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. ചിഞ്ചാൻ നമ്മൾ ദൂരത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുകയായിരിക്കും. എന്തായാലും നമുക്കിവിടെ ഇത് പെട്ടെന്ന് പാർക്ക് ചെയ്ത് അവരെ പോയി കണ്ട് സംസാരിച്ചിട്ട് ഇറങ്ങി വരാം. എവിടെ അത്ര കോളൊന്നും പറ്റില്ല. അവരൊന്നും വിളിച്ചു നോക്കിയിട്ടൊന്നുമില്ല. പുഷ്ടന്മാർ അവർ വിളിച്ചു നോക്കിയിട്ട് പോലും ഇല്ല ഗൈസ്. ചിഞ്ചാൻ പെട്ടെന്ന് താഴത്തേക്ക് പോവാം. നീ അങ്ങോട്ട് ദൂരത്തേക്ക് പോയെന്നല്ലേ പറഞ്ഞേ? സോ ഗൈസ്, ചിഞ്ചാൻ താഴത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടില്ല. കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും താഴത്തേക്ക് വരുമായിരിക്കും. വന്നില്ലെങ്കിൽ മുട്ട നിറ്റിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എവിടെ നീ തൊപ്പിയും ബാഗൊക്കെ ഒന്നല്ല, ഞാൻ അകത്തുനിന്ന് ഇട്ടാണ്. നമുക്കെന്തായാലും ഇവിടെ ചിഞ്ചാൻ വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, ചിഞ്ചാൻ ഇവിടെ വന്നിട്ടുണ്ട്. ചിഞ്ചാൻ എങ്ങനെയുണ്ട് നമ്മുടെ BMW M5 ഗോൾഡൻ വേർഷൻ? ഇത് പൊളിയല്ലേ? നിങ്ങൾ ഈ എക്സ്പെൻസീവ് ആയ കാർ കൊണ്ടുവന്നു, ഒരു ഡാമേജ് ഇല്ലാതെ. ഐ ആം വെരി ഇംപ്രസ്ഡ്. ഫ്രാങ്ക്ലിൻ ഗോൾഡൻ വേർഷൻ അടിച്ചു മാറ്റിയോ? ഞാൻ ഇത് പ്രതീക്ഷിച്ചതേ ഇല്ല. ആരും അടിച്ചു മാറ്റി? ഞാൻ മേടിച്ച എടാ ചിഞ്ചാനെ, നിനക്ക് എന്താണ് പ്രശ്നം? സോറി ഫ്രാങ്ക്ലിൻ. എന്താ ഈ ചിഞ്ചാൻ പറയുന്നത്? അവനൊരു പൊട്ടയല്ല, അവൻ പലതും പറയും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ 100 സബ്സ്ക്രൈബേഴ്സ് ആകാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മതി. സബ്സ്ക്രൈബ് ചെയ്ത് അപ്പം തന്നെ പിഞ്ചാനൊക്കെ വരും. അപ്പം എൻ്റെ വീഡിയോസ് എന്തായാലും വരും. സബ്സ്ക്രൈബ് ഓൾ ഞെക്കി വെച്ചേക്കാം, അപ്പോഴേക്കും ഞാൻ തിരിച്ച് വലിഞ്ഞ് കയറട്ടെ.